ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ +2 ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു വർഷം സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? +1 നമുക്കറിയാം 10 ചാപ്റ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. +2 നോക്കുകയാണെങ്കിൽ നമുക്ക് 13ഓളം ചാപ്റ്റേഴ്സാണ് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ വർഷം നമുക്കൊരു പ്രോപ്പർ ഓണം എക്സാം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ +2 അങ്ങനെയല്ല, നമുക്കൊരു പ്രോപ്പർ ഓണം എക്സാം ഉണ്ടായിരിക്കും. ഈ ഓണം എക്സാമിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 5 ചാപ്റ്റേഴ്സാണ് ഓണം എക്സാമിന് ഉണ്ടായിരിക്കുക. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കോറിലേഷൻ അനാലിസിസ് ആൻഡ് റിഗ്രഷൻ അനാലിസിസ് ആണ്. ആൻഡ് ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഒരു ചാപ്റ്റർ പഠിച്ചാൽ മാത്രമേ അടുത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. തേർഡ് ചാപ്റ്റർ എലിമെൻ്ററി കാൽക്കുലസ് ആണ്. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഇൻറ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ എന്നൊക്കെ പറയുന്നത്. സയൻസിലായാലും മാത്സിൻ്റെ ഭാഗമായിട്ട് നമ്മളത് പഠിക്കുന്നുണ്ട്. പക്ഷേ അവിടെ പഠിക്കുന്ന അത്ര ഇൻഡെപ്ത് ആയിട്ട് ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്നില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളൂ. ഫോർത്ത് ചാപ്റ്റർ വരുന്നത് റാൻഡം വേരിയബിൾസ് ആണ്. ആക്ച്വലി ഇത് കുറച്ച് വലിയൊരു ചാപ്റ്ററാണ്. ഈ ഫോർത്ത് ചാപ്റ്റർ തൊട്ടിട്ട് ഒരു 7th ചാപ്റ്റർ വരെ നമുക്കൊരു കണ്ടിന്യൂഷൻ പോകുന്നുണ്ട്. ഫോർത്ത് ചാപ്റ്ററിലെ പല കാര്യങ്ങളും പിന്നീട് അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സിൽ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ആൻഡ് ഫിഫ്ത്ത് ചാപ്റ്റർ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതേ ചെറിയൊരു ചാപ്റ്ററാണ്. ഇത്രയാണ് ഓണം എക്സാമിലേക്ക് നമുക്കുള്ളത്. ആൻഡ് ക്രിസ്മസ് എക്സാമിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു പോർഷനാണ് കവർ ചെയ്യാനായിട്ടുള്ളത്. ഓണം എക്സാം നമുക്ക് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. അതിനുശേഷം ഡിസംബറിലേക്ക് 12 ചാപ്റ്റേഴ്സാണ് എക്സാമിന് ഉണ്ടായിരിക്കുക. അതായത് ഏറെക്കൊരു 90% നമ്മൾ അവിടെ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 5 ചാപ്റ്റേഴ്സിന് ശേഷം 7 ചാപ്റ്റേഴ്സാണ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കാനായിട്ടുള്ളത്. സോ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഈ വർഷം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന് പ്രാക്ടിക്കൽസ് ഉണ്ട്. അപ്പോൾ ജനുവരിയിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഓണം എക്സാമിന് 12 ചാപ്റ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനുവരിയിലേക്ക് ആകെ ഒരൊറ്റ ചാപ്റ്റർ ഇൻഡെക്സ് നമ്പേഴ്സ് മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഓൾറെഡി എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് +1 നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അതിൻ്റെ കുറച്ച് അഡീഷൻസ് മാത്രമേ നമുക്ക് ഈ ഒരു വർഷം പഠിക്കാനായിട്ടുള്ളൂ. സോ ജനുവരിയിൽ നോക്കുകയാണെങ്കിൽ ആകെ ഒരൊറ്റ ചാപ്റ്റർ മാത്രമേ നമുക്കുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മാസം നമുക്ക് പ്രാക്ടിക്കൽ എക്സാംസ് വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു വർഷം ത്രൂ ഔട്ട് നിങ്ങൾക്ക് റെക്കോർഡ്സ് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരിക്കും, പ്രാക്ടിക്കൽസിൻ്റെ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. ആൻഡ് ജനുവരി ലാസ്റ്റ് വീക്ക് ഫെബ്രുവരി ഒരു പകുതി വരെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാംസ്, അത് ഓരോ സ്കൂളിലും ഓരോ ഡേറ്റ് അനുസരിച്ചാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഈ ഒരു വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ഈ ഒരു വർഷം നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ സബ്ജക്ട്സിനും കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഡിസംബറിലേക്ക് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിന് 12 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ബാക്കി എല്ലാ സബ്ജക്ട്സിനും അത്യാവശ്യം നല്ലൊരു പോർഷൻ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിലേക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ പ്രാക്ടിക്കൽസും, അക്കൗണ്ടൻസിക്ക് നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വർഷം നിങ്ങൾ കൊണ്ടുപോകാനായിട്ടുണ്ട്. സോ ആപ്പിൽ യൂട്യൂബിൽ നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രാറ്റജിക് ആയിട്ട് ഫസ്റ്റ് തൊട്ട് നിങ്ങൾ പഠിച്ചു പോകുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സസ് എക്സ്ക്ലൂസീവ്ലി ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ ഈ ഒരു വർഷം സ്ട്രാറ്റജിക് ആയിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇതുവരെ നമ്മൾ ആപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ആപ്പിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ കോമേഴ്സിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.